അപ്പം എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളോടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാനൊരു കാര്യം വെച്ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് വാക്കില്ലാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയല്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്. അമ്മേന്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായോ? അപ്പോൾ ഞാനിത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണേലും ഇപ്പം മിക്ക പിള്ളേരാണേലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ, മനസ്സിലായോ? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയിട്ട് തോന്നി കേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. കിച്ചുവിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത് രേണു തന്നെയല്ലേ? ഒന്നും പറയാതിരുന്ന ആ പയ്യനെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ? എന്തിനായിരുന്നു രേണു അവനെ സൈബർ ബുള്ളിങ്ങിനായി ഇട്ടുകൊടുത്തത്? അതുകൊണ്ടല്ലേ അവൻക്ക് റിയാലിറ്റി വന്ന് പറയേണ്ടി വന്നത്? ഏതോ മാധ്യമം കിച്ചു എന്നോ എന്ന് റിപ്പോർട്ട് ചെയ്തെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോരായിരുന്നില്ലേ? അത് വന്ന് തിരുത്തിയത് അവനെ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടുകൊടുക്കുന്ന പോലെയായിരുന്നില്ലേ? രേണു, നിങ്ങളെ കാണാൻ പല ആളുകളും വന്നിട്ടുണ്ടാകും. നിങ്ങളെ ഇതുവരെ കുറ്റം പറഞ്ഞവരൊക്കെ ആ കൂട്ടത്തിലുണ്ടായി കാണും. നിങ്ങളെ കുറ്റം പറഞ്ഞവരൊക്കെ ഇപ്പോൾ നിങ്ങളെ നന്നാക്കി പറയുവാൻ തുടങ്ങി. എന്നിട്ടും കിച്ചു വന്നിട്ടില്ലെങ്കിൽ അതിന് തക്കതായ ഒരു കാരണമുണ്ടാകില്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളെ കുറ്റം പറഞ്ഞവർ നന്നാക്കി പറയുന്നില്ലേ? അവരൊക്കെ ഇപ്പോൾ നിങ്ങളെ നന്നാക്കി പറയുന്നത് അവർക്ക് നിങ്ങളോട് ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടായിട്ടൊന്നുമല്ല. അവർക്ക് നിങ്ങളുടെ അവസ്ഥ കണ്ടപ്പോഴുള്ള ഒരു റിഗ്രറ്റ് കാരണമാണ്. ഒരുപാട് കുറ്റം പറഞ്ഞതല്ലേ, ഇനി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇനി അത് അവർക്കൊരു റിഗ്രറ്റായി തോന്നാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇപ്പോൾ മാറ്റി പറയുന്നത്. പക്ഷേ കിച്ചുവിൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. നിങ്ങളുമായിട്ട് വളരെയധികം ഇമോഷണൽ ബോണ്ടിങ് ഉള്ള ഒരു വ്യക്തിയാണ് കിച്ചു. അവൻ്റെ അമ്മയാണോ നിങ്ങൾ? ചെറുപ്പം മുതൽ അവനെ നോക്കി വളർത്തിയ അമ്മ. ഇനി കിച്ചു പറയുന്ന പോലെ ആ ഒരു സ്നേഹമൊന്നും കിട്ടിയില്ലെങ്കിലും സ്ഥാനം കൊണ്ട് നിങ്ങൾ അവൻ്റെ അമ്മയാണ്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ചാനലിലൂടെ വരുന്ന ഓരോ വീഡിയോസ് അവനെ എത്രമാത്രം മാനസികമായി തളർത്തിക്കാണും. അവനൊരു പ്രായപൂർത്തിയായ മകനാണ്. അവൻക്ക് ചുറ്റുമുള്ളവരും ഏകദേശം അവൻ്റെ അതേ പ്രായമുള്ള സുഹൃത്തുക്കളാണ്. നിങ്ങൾ ഓരോ വീഡിയോ ഇടുമ്പോഴും സമൂഹം കിച്ചുവിനോടും ചോദ്യം ചെയ്യുന്നുണ്ട്, നിനക്ക് നിന്റെ അമ്മയോടൊന്ന് പറഞ്ഞു തിരുത്താമായിരുന്നില്ലേ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും കമന്റുകളും അവൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവൻ്റെ സറൗണ്ടിങ്ങിലുള്ള അവൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? സ്വന്തം അമ്മയുടെ വീഡിയോസ് എങ്ങനെ ആ പയ്യൻ ആ സിറ്റുവേഷനൊക്കെ തരണം ചെയ്ത് കാണും? നിങ്ങളുടെ ചാനലിൽ വരുന്ന വീഡിയോസ് എല്ലാം യൂട്യൂബിൽ വൈറലാണ്. എല്ലാവരും നിങ്ങളെ ഇട്ട് അലക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന കിച്ചുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ നിങ്ങളോട് ഇത് നിർത്തുവാൻ വേണ്ടി പറഞ്ഞതല്ലേ, എന്നിട്ട് നിങ്ങൾ നിർത്തിയോ? നിങ്ങൾ അവൻക്ക് മെസ്സേജ് തിരിച്ചയച്ചിരിക്കുന്നത് എനിക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ തുടരും എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അവൻ ഋതപ്പൻ്റെ കാര്യവും സൂചിപ്പിച്ചില്ലേ? ആ കൊച്ചുകുട്ടി ഇപ്പോൾ മൊബൈലെല്ലാം യൂസ് ചെയ്യുന്ന പ്രായമാണ്. ആ കുട്ടിയും നിങ്ങളുടെ വീഡിയോസ് എല്ലാം യൂട്യൂബിലൂടെ കാണുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചാനൽ തുടങ്ങിയതിന് ശേഷം ആരെങ്കിലും നിങ്ങളെ നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പല ആംഗിളിലുള്ള തംബ്നെയിൽസ് ഇട്ട വീഡിയോസാണ് കാണാറുള്ളത്. ഇതൊക്കെ ഈ കൊച്ചു കുട്ടികളും നിങ്ങളുടെ മകനും എങ്ങനെ സഹിക്കും?
കിച്ചുവിൻ്റെ വാക്കുകളെല്ലാം നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കളയുകയായിരുന്നില്ലേ ചെയ്തത്? പിന്നെ അവൻക്ക് പറ്റുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതെ പോവുക എന്നുള്ളതല്ലേ? അത് അവൻ നല്ല വൃത്തിക്ക് ചെയ്യുകയും ചെയ്തു. നിങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടാനായി അവൻ വന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം കിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളുമായി അടുക്കാത്തതെന്ന്. എന്നിട്ടും നിങ്ങളവനെ സോഷ്യൽ മീഡിയയിലേക്ക് ബുള്ളിങ്ങിനായി ഇട്ടുകൊടുക്കുകയല്ലേ ചെയ്തത്? രോഗാവസ്ഥയിൽ അമ്മയെ കാണാൻ പോകാത്ത മകൻ എന്തു മകനാണ്, നന്ദിയില്ലാത്തവൻ എന്നിങ്ങനെയുള്ള വാക്കുകളല്ലേ അവൻ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവൻക്ക് ഒരു നിവൃത്തിയുമില്ലാതെയായപ്പോഴാണ് അവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. ഇത് കിച്ചു എന്നോ പറയേണ്ട കാര്യമായിരുന്നു. പക്ഷേ അവൻ എന്നിട്ടും പറയാതിരുന്നത് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും അവൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു നിവൃത്തിയുമില്ലാതെയായപ്പോഴാണ് അവൻ അത് വന്ന് പുറത്തു പറഞ്ഞത്. തീർച്ചയായും കിച്ചുവിൻ്റെ ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ഹെയ്റ്റ്സ് വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം നിങ്ങളായി ഉണ്ടാക്കിയെടുത്തതാണ്. ഈ രോഗാവസ്ഥയിൽ നിങ്ങളുടെ കൂടെ സപ്പോർട്ടായി നിന്നവർ ഇനി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല. ഞാൻ കൂടുതലൊന്നും ഇനി പറയുന്നില്ല. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അസുഖം മാറട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.